നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വഴുത്തല ലയൺസ് ക്ലബ്ബും വഴുത്തല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയും സംയുക്തമായി ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി മൂന്നാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. ഫ്രാൻസിസ് ജോർജ് MP തറക്കല്ലിടൽ നിർവഹിച്ചു. കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ നടന്ന ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 15 അടി നീളമുള്ള ക്യാൻവാസിൽ മുതലക്കോടം സെന്റ് ജോർജിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ ചിത്രം വരച്ചു. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ലോകം. മണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾക്ക് വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യുവാവിനെ അയൽവാസി വീട് കയറി മർദ്ദിച്ചതായി പരാതി. വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ ചേലക്കപ്പള്ളി വീട്ടിൽ MP വരുണിനാണ് മർദ്ദനമേറ്റത്. വാർത്തകൾ വിശദമായി. വഴുത്തല ലയൺസ് ക്ലബ്ബും വഴുത്തല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയും സംയുക്തമായി ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി മൂന്നാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. വഴുത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ക്ലമന്റ് ഇമാനുവൽ അധ്യക്ഷത വഹിച്ചു. വഴുത്തല ലയൺസ് ക്ലബ്ബും വഴുത്തല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയും സംയുക്തമായി നടപ്പാക്കുന്ന ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി മൂന്നാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ഫ്രാൻസിസ് ജോർജ് MP നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് 318 സിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ ഭവനരഹിതരായ ആളുകൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. വഴുത്തല സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബ് ദശാബ്ദി ആഘോഷിക്കുന്നു. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു ഭവന നിർമ്മാണ പദ്ധതി സംയുക്തമായി അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കുടുംബത്തിന് ഇവിടെ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നത്. വീട് നിർമ്മിക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകിയത് പാലക്കൽ ബേബിച്ചേട്ടനാണ്. എല്ലാവരും ഇവിടെയുള്ള ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ, അതുപോലെ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അമേരിക്കയിലെ സൗത്ത് ഫ്ലോറിഡ കേന്ദ്രീകരിച്ചുള്ള കേരള സമാജം എന്ന സംഘടനയും ഈ നല്ല പ്രവർത്തനവുമായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. എത്രയും വേഗം ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഈ കുടുംബത്തിന് ആ വീട്ടിലേക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഭവനങ്ങളില്ലാത്ത പ്രാഥമിക സൗകര്യങ്ങളുള്ള ഒരു ഭവനം അതെല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നമ്മൾ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ് സമഗ്ര വികസനത്തിൽ ഒരു നല്ല വീടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന് എല്ലാവരുടെയും സഹകരണം തേടിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. സർവീസ് സഹകരണ ബാങ്കും അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബും മറ്റ് എല്ലാവരുടെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സഹായം തേടിക്കൊണ്ട് കൂടുതൽ വീടുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വഴുത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ക്ലമന്റ് ഇമാനുവൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വഴുത്തല ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് CC ജോൺ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ മേഴ്സി ജോസ്, ആൻസി ജോജോ, വഴുത്തല സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സോമി ജോസഫ്, ടോമിച്ചൻ മുണ്ടുപാലം, ക്ലമന്റ് ഇമാനുവൽ, സാൻഡി തടത്തിൽ, റെനീഷ് മാത്യു, ലയൺസ് ക്ലബ്ബ് അംഗങ്ങളായ ജോൺ ജോർജ്, ഫ്രാൻസിസ് ആൻഡ്രൂസ്, ബെന്നി അരിഞ്ഞാണിയിൽ, മാത്യു മംഗലത്ത്, രഞ്ജിത്ത്, മിഥുൻ ജോസ് പൊന്നാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത് പാലക്കൽ ബേബിയാണ്. വീട് നിർമ്മിച്ചു നൽകുന്നത് പാലക്കുഴ പഞ്ചായത്ത് 5-ാം വാർഡ് പുത്തൻപുരയിൽ ലിസി സുരേഷിനാണ്. നക്ഷത്രങ്ങൾ കൊണ്ട് വീട് മുഴുവൻ അലങ്കരിച്ച് ക്രിസ്മസ് ആഘോഷം പുതുമ നിറഞ്ഞതാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് തോമസ് പാടത്തിലും ഭാര്യയായ കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നീത K തോമസും.
പ്രമുഖ മലയാളി സംഘടനയായ ബി ഫ്രണ്ട്സ് സ്വിറ്റ്സർലാൻഡ് സ്വരുമ കാഞ്ഞിരപ്പള്ളിയുടെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽ ദാനം നടത്തി. ബി ഫ്രണ്ട്സ് മുൻ പ്രസിഡന്റ് ടോമി തൊണ്ടാംകുഴി താക്കോൽ ദാനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ മലയാളി സംഘടനയായ ബി ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് ബി ഫ്രണ്ട്സിന്റെ ചാരിറ്റി പ്രോജക്റ്റായ ഐഷെയർ ചാരിറ്റി ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വരുമ കാഞ്ഞിരപ്പള്ളിയുടെ സഹകരണത്തോടെ മഞ്ഞപ്പള്ളിയിൽ നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽ ദാനം നടത്തി. ബി ഫ്രണ്ട്സിന്റെ മുൻ പ്രസിഡന്റും ചാരിറ്റി കോർഡിനേറ്ററുമായ ടോമി തൊണ്ടാംകുഴി താക്കോൽ ദാനം നിർവഹിച്ചു. ഈ സ്നേഹസമ്മാനം ആ കുടുംബത്തിന് കൈമാറുമ്പോൾ ബി ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് എന്ന സംഘടനയിലെ ഓരോ അംഗങ്ങൾക്കും ആത്മാഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി ഈ ക്രിസ്മസ് മാറുന്നുവെന്ന് ടോമി തൊണ്ടാംകുഴി പറഞ്ഞു. സംഘടനയിലെ കുടുംബാംഗങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നതിലുപരിയായിട്ട് സംഘടന സമൂഹത്തിന് വേണ്ടിയും കൂടി ആകണം എന്നുള്ള ഒരു ആപ്തവാക്യമാണ് തുടക്കം മുതൽ ബി ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ട ഒരു ചാരിറ്റി പ്രൊജക്റ്റാണ് ഐ ഷെയർ എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഐ ഷെയർ മീൻസ് ഐ ആം ഷെയറിങ്, എനിക്കുള്ളത് മറ്റുള്ളവർക്കായി പങ്കുവെക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം. ഐ ഷെയർ പ്രൊജക്റ്റിലൂടെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലായി പല വീടുകൾ 14 ജില്ലകളിലായി നമുക്കൊരു പർട്ടിക്കുലറായിട്ടുള്ള സ്പോട്ടില്ല, അപേക്ഷകൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ ഐ ഷെയർ പ്രൊജക്റ്റ് വഴി നമ്മുടെ നാട്ടിൽ ഭവന നിർമ്മാണ രംഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടും വീടും വിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ സ്വന്തം നാടിന്റെ നൊമ്പരങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് സ്വരുമ കാഞ്ഞിരപ്പള്ളിയുടെ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചടങ്ങിൽ ഈ വീടിന്റെ നിർമ്മാണ ആവശ്യം ബി ഫ്രണ്ട്സിന്റെ മുൻപിൽ അവതരിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിമല തെക്കേമുറിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ബി ഫ്രണ്ട്സ് ഭാരവാഹികൾ പ്രണാമമർപ്പിച്ചു. ജോജോ വിച്ചാട്ട്, ജോർജ് ദേവസ്യ, സ്കറിയാച്ചൻ, റോയി വാലുമണ്ണിൽ, ജെയിംസ് തൂങ്കുഴി, റെജി തെക്കേമുറി, ജോജി ഇലഞ്ഞിമറ്റത്തിൽ, ജോം കലൂർ, മനോജ് കപ്പലുമാക്കൽ, സിബി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ബി ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡിന്റെ പ്രസിഡന്റ് ലൂസി വേഴേപ്പറമ്പിൽ, സെക്രട്ടറി പുഷ്പ തടത്തിൽ എന്നിവർ വീഡിയോ കോളിലൂടെ കുടുംബത്തിന് ആശംസകൾ നേർന്നു. സിബി സെബാസ്റ്റ്യൻ സ്വാഗതവും ബാബു വേദാനി നന്ദിയും രേഖപ്പെടുത്തി. കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ നടന്ന ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിലും പാതിരാ കുർബാനയിലും പങ്കെടുത്തു. കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ നടന്ന ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിലും പാതിരാ കുർബാനയിലും പങ്കുചേർന്നു. സഹവികാരി ഫാദർ ആന്റണി ചെറുവള്ളിയിൽ സഹകാർമ്മികനായി 12 മണിയോടുകൂടി ആരംഭിച്ച പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊപ്പം തീയൊഴിയൽ ശുശ്രൂഷയും പ്രദക്ഷിണവും നടത്തി. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയിൽ വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. ഈശോ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ മഹത് കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് തിരുപ്പിറവിയുടെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ പുൽക്കൂടിന് ചുറ്റിലുമായിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം, എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ഈ ഒരിക്കൽ തിരുപ്പിറവിയുടെ തലേ ദിവസം ഇറ്റലിയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ പീറ്റർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവൻ ഇപ്രകാരം ചിന്തിച്ചു, ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്?
അവിടുന്ന് എന്തിനാണ് മനുഷ്യനായിട്ട് അവതരിച്ചത്? അവിടുന്ന് എന്തിനാണ് പുൽക്കോട്ട് വന്ന് പിറന്നത്? അവിടുന്ന് എന്തിനാണ് പടയാളികളുടെ കയ്യിൽ അകപ്പെട്ടത്? കൈക്കാരന്മാരായ ജോബി ഇടത്തിൽ, ഷാജു കളപ്പുരയ്ക്കൽ, ഷിബു വെട്ടുപാറയ്ക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് ക്രമീകരണമൊരുക്കി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ലഹരിക്കെതിരെ ഓപ്പൺ ക്യാൻവാസുമായി മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 15 അടി നീളമുള്ള ക്യാൻവാസിൽ സെന്റ് ജോർജിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ ചിത്രം വരച്ചു. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 19-നായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ ഓപ്പൺ ക്യാൻവാസുമായി മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. ലഹരിയുടെ ഭയാനക കെടുതികളെ തുറന്നു കാണിക്കുന്നതായിരുന്നു കുട്ടികൾ വരച്ചു ചേർത്ത ചിത്രങ്ങൾ. ആരോഗ്യ മാനസിക തലങ്ങളിൽ ലഹരി സൃഷ്ടിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധികളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സ്കൗട്ട് മാസ്റ്റർ അമൽ ജോൺ പറഞ്ഞു. ഉദ്ഘാടനം പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ പോൾസ് ഇടത്തൊട്ടി നിർവഹിച്ചു. ഗൈഡ്സ് ക്യാപ്റ്റൻ ജിജി ലൂക്കോസ് ആണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ലോകം. വണ്ണപ്പുറം മാർസ്ലിവ ടൗൺ പള്ളിയിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾക്ക് വികാരി റവറന്റ് ഡോക്ടർ ജിയോ തടിക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിലും പാതിരാ കുർബാനയിലും പങ്കുചേർന്നു. വണ്ണപ്പുറം മാർസ്ലിവ ടൗൺ പള്ളിയിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾക്ക് വികാരി റവറന്റ് ഡോക്ടർ ജിയോ തടിക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 12 മണിയോടുകൂടി ആരംഭിച്ച പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ഫാദർ ജോസ് വടക്കേടത്ത്, ഫാദർ ജെയിംസ് ഏഴാനിക്കാട്ട് എന്നിവർ സഹകാർമ്മികത്വവും വഹിച്ചു. ക്രിസ്മസ് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊപ്പം തീ ഉഴലൽ ശുശ്രൂഷയും പ്രദക്ഷിണവും നടത്തി. വികാരി റവറന്റ് ഡോക്ടർ ജിയോ തടിക്കാട്ട് ക്രിസ്മസ് സന്ദേശം നൽകി. കാലത്തിന്റെ പൂർണ്ണതയിൽ ലോകത്തിന്റെ പ്രകാശമായ സന്തോഷിതങ്ങളെ പ്രകാശമാർഗത്തിൽ നയിക്കണമേ. നിത്യപ്രകാശമായ പ്രമാണത്തിൽ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിൽ പ്രകാശമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പാതലമാകെ ഭരിച്ചിടും കർത്താവിൻ തിരുസന്നിധി നെടുകായൊഴുകിയൊലിക്കുന്നു കൊടുമുടിയേന്തും ശൈലങ്ങൾ. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ സെൻട്രലിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ കർഷക ദിനാചരണവും മികച്ച ക്ഷീര കർഷകനെ ആദരിക്കലും നടന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മികച്ച ക്ഷീര കർഷകനായ ചിമ്പാറയിൽ മാത്യു തോമസിനെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഗ്രാമോത്സവ് 2024 ഭാഗമായി കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ കർഷക ദിനാചരണവും മികച്ച ക്ഷീര കർഷകനെ ആദരിക്കലും നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് അതുല്യ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 50 വർഷത്തിലേറെയായി കാർഷിക മേഖലയിൽ സേവനം നൽകി വരുന്ന മികച്ച ക്ഷീര കർഷകനായ ചിമ്പാറയിൽ മാത്യു തോമസിയെ കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MN ബാബു പൊന്നാടിയും ഫലകവും നൽകി ആദരിച്ചു. മുനിസിപ്പൽ കൃഷി ഓഫീസർ സെൽമ കർഷകർക്ക് വേണ്ടി സർക്കാർ നടപ്പാക്കി വരുന്ന വിവിധ പ്രോത്സാഹനങ്ങളും ആനുകൂല്യങ്ങളും വിവരിച്ച് ക്ലാസ് നയിച്ചു. റിട്ടയർഡ് KSEB എഞ്ചിനീയർ KS സോമൻ സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ മെജോ ശ്രീനിവാസൻ, ജയകുമാർ, സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോജൻ ചെമ്പരത്തി കൃതജ്ഞത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുറപ്പുഴ ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി സിവിൽ എക്സൈസ് ഓഫീസർ ജോർജ് പി ജോൺസ് ഉദ്ഘാടനം ചെയ്തു. ടൗണിൽ NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംഗീത നൃത്തശില്പവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ 3-ാം ദിനം കൂട്ടുകൂടി നാട് കാക്കാം എന്ന പേരിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പുറപ്പുഴ ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി സിവിൽ എക്സൈസ് ഓഫീസർ ജോർജ് പി ജോൺസ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർമാരായ എബിൻ ഷാജി, വിദ്യലക്ഷ്മി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് ടൗണിൽ NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംഗീത നൃത്തശില്പവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ലഹരിക്കെതിരെയുള്ള വോളണ്ടിയേഴ്സിന്റെ മുദ്രാവാക്യവും നാട്ടുകാരിൽ കൗതുകം ഉണർത്തുന്നതായിരുന്നു. പരിപാടികൾക്ക് NSS പ്രോഗ്രാം ഓഫീസർ അനിൽ M. ജോർജ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ലിനോമോൾ ജോസഫ്, അധ്യാപകരായ നിക്സ് ജോസ്, മേരി S, ജൂഡിത്ത് ജോർജ്, ഡെൻസി പൗലോസ്, പ്രിൻസി ജോയ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. യുവാവിനെ അയൽവാസി വീട് കയറി മർദ്ദിച്ചതായി പരാതി. വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ ചേലക്കപ്പിള്ളി വീട്ടിൽ MP വരുണിനാണ് മർദ്ദനമേറ്റത്. ഇതോടൊപ്പം വീടും അടിച്ചു തകർത്തു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ ചേലക്കാപ്പള്ളി വീട്ടിൽ MP വരുൺ ശരണ്യ ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിലാണ് അയൽവാസിയായ സുരേഷ് എന്ന യുവാവ് മദ്യപിച്ച് എത്തി യാതൊരു പ്രകോപനവും കൂടാതെ അസഭ്യം പറയുകയും വീടിന് നേരെ കല്ലെറിയുകയും ചെയ്തത്. ഈ സമയത്ത് വരുണും ശരണിയും ഇവരുടെ 3 വയസ്സ് പ്രായമുള്ള മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് സുരേഷ് കല്ലെറിഞ്ഞ സമയത്ത് ഇത് ചോദിക്കാൻ എത്തിയ വരുണിന്റെ തലയ്ക്കും കല്ലേറ് കൊണ്ടു. ഇതിൽ വരുണിന്റെ ചെവി 2ആയി മുറിയുകയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. തിരികെ എത്തിയപ്പോൾ വീടിന്റെ ബാക്കിയുള്ള ജനൽ ചില്ലകൾ കൂടി കല്ലെറിഞ്ഞ് തകർത്ത നിലയിലാണ് കണ്ടതെന്ന് വരുൺ പറയുന്നു. ഞങ്ങള് ഇന്നലെ ഇവിടെ വെച്ച് താഴെ നിന്ന് കഞ്ചാവ് വലിക്കില്ലെന്ന് പറഞ്ഞ പഴയതായിട്ട് വൈരാഗ്യമായിട്ട് കിടക്കുമായിരുന്നു. ഡെയിലി ഇവൻ താഴെ നിന്ന് കഞ്ചാവ് വലി രാത്രി 8:30 കഴിഞ്ഞുള്ള പരിപാടിയാണിത്. അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു നിർദ്ദേശമായിട്ട് അവനോട് ഒത്തിരി കാലം കൊണ്ട് പറയുന്നു. അത് കേസും വൈരാഗ്യമായിട്ട് കിടക്കുന്നു. ഇന്നലെ രാത്രി ഒരു 8:30 കഴിഞ്ഞപ്പോൾ അവൻ വന്ന് വീട്ടിൽ കാണിച്ചു. അപ്പോൾ ഇവനോട് ഇവിടെ വീട്ടിൽ കയറി ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കേസെന്ന് പറഞ്ഞാൽ ഒരു കേസേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എന്നാ വെള്ളം കാണിക്കുമെന്നും പറഞ്ഞ് ഈ അക്രമം എല്ലാം കാണിച്ച് വീട് മൊത്തം അടിച്ച് നശിപ്പിക്കുകയും എൻ്റെ ചെവിക്കിട്ട് കല്ലെടുത്ത് എറിയുകയും ഇങ്ങനെ സംഭവിക്കുകയും എന്നെ ആശുപത്രി കൊണ്ടുവന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയാം അവൻ്റെ വീട് അടിച്ച് പൊട്ടിക്കരുത് എന്ന് പറയുകയും ഞങ്ങളത് എൻ്റെ നടപടിയായിട്ട് കേസിന് പോവുകയും ചെയ്തു. വീട് എൻ്റെ പേരിലല്ല, എൻ്റെ വെല്ലുമിച്ചിയുടെ പേരിലാണ്. അച്ഛനും അമ്മയില്ലാതെ ഞങ്ങൾ കഴിയുന്നവരാണ്. ഞങ്ങളുടെ മേത്ത് ഇങ്ങനെ വന്ന് ഡെയിലി ഇവൻ പ്രശ്നമാണ്. എൻ്റെ വീഡിയോ സഹിതം പോലീസിനെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചീത്ത വിളിച്ചുകൊണ്ടാണ് വന്നത്. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനെ ചീത്ത വിളിച്ചു വന്ന് ഇങ്ങനെ കാണിക്കുവാണ്. എൻ്റെ കുടുംബം മാത്രമേ ഉള്ളായിരുന്നു, കിടന്നുറങ്ങുമായിരുന്നു. വന്ന് എന്നും ഇതൊരു പ്രശ്നമായി മാറുകയാണ്. നമ്മൾ ഇത് കരവടച്ച് നമ്മളിവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ല അത്ത അവസ്ഥയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്.
ഭയങ്കര ചേട്ടാ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് അമ്മമാര് കുടിച്ചിട്ട് വന്ന് അലമുണ്ടാക്കി തെറി വിളിച്ച് ചേട്ടയെ എഴുന്നേപ്പിച്ച്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വേണ്ട അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് വരുണിന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഉരുളൻതണ്ണി വനമേഖലയിൽ തകർന്ന ഫെൻസിംഗിന്റെ പുനർനിർമ്മാണം തുടങ്ങി. നിർമ്മാണ പുരോഗതി ആന്റണി ജോൺ MLA വിലയിരുത്തി. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KF ഷഹനാസ് ഉൾപ്പെടെയുള്ളവരും പ്രദേശവാസികളും പങ്കെടുത്തു. കുട്ടമ്പുഴ ഉരുളൻതണ്ണി ക്നാച്ചേരിയിൽ തകർന്ന ഫെൻസിംഗിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഫോറസ്റ്റ് ഓഫീസ് മുതൽ ജണ്ടപ്പടി വരെയുള്ള 1 കിലോമീറ്ററോളം ദൂരത്തിൽ തകർന്ന ഫെൻസിംഗിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് അടിയന്തരമായി ആരംഭിച്ചിട്ടുള്ളത്. നിർമ്മാണ പുരോഗതി ആന്റണി ജോൺ MLA വിലയിരുത്തി. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KF ഷഹനാസ്, ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സന്തോഷ് GG, വാർഡ് മെമ്പർ ബിനീഷ് നാരായണൻ, VV ജോണി എന്നിവരും പ്രദേശവാസികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ണപ്പുറം മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സക്കറിയ കളരിക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 6 മണിയോടുകൂടി ആരംഭിച്ച പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് പ്രദക്ഷിണവും തീജ്വാല ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും നടന്നു. നിനക്ക് പ്രീതികരമായ സൽപ്രവൃത്തികളാൽ എപ്പോഴും ഞങ്ങളെ ആത്മീയമായി ചലിപ്പിക്കുമാറാകണമേ. മനുഷ്യന് സംപ്രീതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം. മനുഷ്യന് സംപ്രീതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം. മൂന്നാർ ഗോകുലം പാർക്ക് ഹോട്ടലിൽ ക്രിസ്മസ് ആഘോഷിച്ചു. നൂറുകണക്കിന് ആളുകൾ ആഘോഷത്തിൽ പങ്കെടുത്തു. പ്രശസ്ത പിന്നണി ഗായകൻ MG ശ്രീകുമാർ ഗോകുലം പാർക്ക് ഹോട്ടലിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ KK പുഷ്പാങ്കദൻ, ഹോട്ടൽ സ്റ്റാഫ് ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലുള്ളവർ ആഘോഷത്തിൽ പങ്കെടുത്തു.
സ്വീകരണത്തിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം വേറൊന്നുമല്ല, ഗോകുലം എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം 6-7 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഫ്ലവേഴ്സ്. കുട്ടികളുടെ പ്രോഗ്രാം നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പോൾ അത് ഗോകുലം ഗോപാലനാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആള്. അദ്ദേഹം എല്ലാ ഫംഗ്ഷനും വരും, എല്ലാവർക്കും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കും. അദ്ദേഹത്തിന് പാട്ട് വളരെ ഇഷ്ടമാണ്, എന്നെയും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ഈ ഒരു ക്രിസ്മസ് രാവ്, ഇന്ന് ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ അത് ഈ ഗോകുലത്തിൻ്റെ എല്ലാ സ്റ്റാഫുകൾക്ക് വേണ്ടി, ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി, ഇനി ഇവിടെ നാളെ മറ്റന്നാളും തൊട്ട് ന്യൂ ഇയർ വരെ വരുന്നവർക്ക് വേണ്ടിയും ഉദ്ഘാടനം ചെയ്യാൻ എന്നെ പുഷ്പാങ്കദൻ സാർ വിളിച്ചപ്പോൾ ഞാൻ സന്തോഷം സ്വീകരിച്ചു. നല്ല ഭക്ഷണം തന്നു, സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുകയാണ്. എനിക്ക് ഗാനമേള ഉണ്ടെന്ന് വൈകുന്നേരം. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നെങ്കിലും 3-4 പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളൊക്കെ വരും. ഓക്കെ. അപ്പം എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഈ വിശിഷ്ടരാവിലെ യേശുദേവന്റെ നാമത്തിൽ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. വിഷ് യു മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങി. ക്രിസ്തുമതീകളുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ്. എന്നാൽ മതപരമായ ചടങ്ങിലുപരിയായി യേശു ക്രിസ്തു സമൂഹത്തിന്, ലോകത്തിന് നൽകിയ ആ സംഭാവനകൾ നെഞ്ചിലേറ്റി ഇന്ന് ലോകം എമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നത്തെ ദൈവത്തിന്റെ നിയോഗമാണ് നമ്മുടെ നല്ല കേരളത്തിന്റെ നല്ല നമുക്കൊക്കെ ദൈവത്തമ്പുരാൻ കനിഞ്ഞ് അരുളിയ ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ. അദ്ദേഹം
സത്യവതി കുറുപാണ്ഡവർക്കും പിതാമഹി ഭാരത ഭാഗധേയമിവൾ നീലയി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴുത്തല ലയൺസ് ക്ലബ്ബും വഴുത്തല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയും സംയുക്തമായി ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി മൂന്നാമത്തെ വീടിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടന്നു. ഫ്രാൻസിസ് ജോർജ് എം പി തറക്കല്ലിടിയിൽ നിർവഹിച്ചു. കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ നടന്ന ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 15 അടി നീളമുള്ള ക്യാൻവാസിൽ മുതലക്കോടം സെന്റ് ജോർജിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ ചിത്രം വരച്ചു. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ലോകം. മണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾക്ക് വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യുവാവിനെ അയൽവാസി വീട് കയറി മർദ്ദിച്ചതായി പരാതി. വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ ചേലക്കപ്പള്ളി വീട്ടിൽ MP വരുണിനാണ് മർദ്ദനമേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.